ഹായ് ഹലോ ഇന്നത്തെ വീഡിയോ 7ാം ക്ലാസ്സിലെ ഇംഗ്ലീഷ് പാഠപുസ്തകത്തിലെ ലോഫിംഗ് സോങ് എന്ന് പറയുന്ന പോയം ഡിസ്കസ് ചെയ്യാനാണ്. വില്യം ബ്ലാക്ക് എഴുതിയ മനോഹരമായിട്ടുള്ള പ്രകൃതിയുടെ ഒരു സന്തോഷത്തെക്കുറിച്ചിട്ടുള്ള ഒരു പോയമാണ് നമ്മളിവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഡിസ്കസ് ചെയ്യുന്നതിൻ്റെ മുന്നേ ഒരു ഇൻട്രഡക്ഷൻ കൊടുത്തിട്ടുണ്ട്. സംടൈംസ് ദ ഷിയർ പ്രസൻസ് ഓഫ് നാച്ചർ ഫീൽസ് ആസ് വിത്ത് ജോയ് വി സീ ലോഫർ ആൻഡ് ഹാപ്പിനെസ് ഓൾ അറൗണ്ട് അസ്. എന്താണ് പറയുന്നത്? ചിലപ്പോഴൊക്കെ പ്രകൃതിയുടെ പ്രസൻസ് നമ്മളെ സന്തോഷവാന്മാരാക്കും. നമുക്ക് ചുറ്റും ഒരുപാട് പേരുടെ സന്തോഷം നമുക്ക് കാണാൻ സാധിക്കുമെന്നാണ് ഈ ഇൻട്രൊഡക്ഷനിലൂടെ പറയുന്നത്. ഇനി നമുക്ക് പോയത്തിലേക്ക് കടക്കാം. ലോഫിംഗ് സോങ് അല്ലേ, ചിരിക്കുന്ന പാട്ട്, വില്യം ബ്ലാക്കാണ്. വെൻ ദ ഗ്രീൻ വുഡ്സ് ലാഫ് വിത്ത് ദ വോയിസ് ഓഫ് ജോയ്. എന്താണ് പറയുന്നത്? പച്ചപ്പ് നിറഞ്ഞ മരങ്ങൾ സന്തോഷത്തിൻ്റെ വോയിസ് കൊണ്ട് ചിരിക്കുകയാണ്. വെൻ ഗ്രീൻ വുഡ്സ് എന്ന് പറഞ്ഞാൽ പച്ചപ്പ് നിറഞ്ഞ, വുഡ്സ് എന്ന് പറഞ്ഞാൽ മരങ്ങൾ, ലോഫ് എന്ന് പറഞ്ഞാൽ ചിരിക്കുക, വിത്ത് ദ വോയിസ് ഓഫ് ജോയ്, ജോയ് എന്ന് പറഞ്ഞാൽ സന്തോഷം. അപ്പോൾ പച്ചപ്പ് നിറഞ്ഞ മരങ്ങളൊക്കെ എന്താണ്? സന്തോഷത്തിൻ്റെ വോയിസ് കൊണ്ട് ചിരിക്കുകയാണ്. ആൻഡ് ദ ഡിംബ്ലിംഗ് സ്ട്രീം റൺസ് ലോഫിംഗ് ബൈ. അല്ലേ, എന്താണ്? ഒഴുകിക്കൊണ്ടിരിക്കുന്ന അരുവി, സ്ട്രീം എന്ന് പറഞ്ഞാൽ അരുവിയും ഈ ഒഴുകിക്കൊണ്ടിരിക്കുന്ന അരുവിയും ചിരിക്കുകയാണ്. ഈ ഒഴുകുന്നത് എന്താണ്? ചിരിയായിട്ടാണ് കവി പറയുന്നത്. അപ്പോൾ ഒഴുകിക്കൊണ്ടിരിക്കുന്ന അരുവിയും ചിരിക്കുകയാണ് ചെയ്യുന്നത്. വെൻ ദ എയർ ഡസ് ലവ് വിത്ത് ഓർ മെറി വിറ്റ്. എന്താണ്? നമുക്ക് ചുറ്റുമുള്ള വായു അല്ലേ, വായു എന്താണ്? ആ പ്രദേശത്തെ വായു ഒക്കെ ചിരിക്കുകയാണ്. പറയുന്ന കാര്യങ്ങൾ കേട്ടുകൊണ്ട്, നമ്മൾ പറയുന്ന കാര്യങ്ങൾ കേട്ടുകൊണ്ട് വായു വരെ, അവിടുത്തെ ആ പ്രദേശത്തെ വായു വരെ ചിരിക്കുകയാണ് ചെയ്യുന്നത്. ആൻഡ് ദ ഗ്രീൻ ഹിൽ ഓഫ് വിത്ത് ദ നോയ്സ് ഓഫ് ഇറ്റ്. എന്നിട്ടോ അവരുടെ ശബ്ദം കേട്ടുകൊണ്ട് ഹിൽസ്, മലനിരകൾ അല്ല, പച്ചപ്പ് നിറഞ്ഞ മലനിരകളൊക്കെ ചിരിക്കുകയാണ് ചെയ്യുന്നത്. ഇത്രയും ആണ് ഈ 4 സ്റ്റാൻസ വരിയുടെ അർത്ഥം, മീനിങ് ആയിട്ട് വരുന്നത്. അടുത്ത സ്റ്റാൻസ നോക്കാം. വെൻ ദ മെഡോ ലോഫ് വിത്ത് ലവ്ലി ഗ്രീൻ. എന്താണ്? ലവ്ലി ഗ്രീൻ എന്താണ്? പുൽമേടുകൾ അല്ലേ, പച്ചപ്പ് നിറഞ്ഞ പുൽമേടുകൾ ചിരിക്കുന്നത് മനോഹരമായ കാഴ്ച കണ്ടിട്ട് എന്താണ്? വെൻ ദ മെഡോ ലോഫ് വിത്ത് ലവ്ലി ഗ്രീൻ ആൻഡ് ദ ഗ്രാസ് ഹോപ്പർ ലോഫ് ഇറ്റ് ദ മെരി സീൻ. അതിൻ്റെ ആ മനോഹരമായ പച്ചപ്പ് നിറഞ്ഞ ആ കാഴ്ച കണ്ട് അതിലുള്ള പുൽച്ചാടികളൊക്കെ ചിരിക്കുകയാണ്. ഒരു പച്ച പുൽമേടുകളുടെ കാഴ്ച കണ്ടിട്ട് അതിലുള്ള പുൽച്ചാടികളൊക്കെ ചിരിക്കുകയാണ് എന്നാണ് പറയുന്നത്. വെൻ മേരി, സുസൻ ആൻഡ് എംലി വിത്ത് ദെയർ സ്വീറ്റ് റൗണ്ട് മൗത്ത്സ് സ്വിങ് ഹ ഹ ഹീ. അല്ലേ, എന്താണ്? മേരിയും സൂസനും എംലിയും ഒക്കെ പ്രകൃതിയുടെ ഈ ഒരു ഭംഗി കണ്ടിട്ട് അവരൊക്കെ ചിരിക്കുകയാണ്. എന്താണ്? ഹ ഹ ഹി 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 എന്ന് പറഞ്ഞിട്ട് അവരവരുടെ സ്വീറ്റ് റൗണ്ട് മൗസിങ് ചെയ്യാണ്, ഹ ഹ ഹി എന്ന് അല്ലേ. അടുത്ത സ്റ്റാൻസ് നോക്കാം. വെൻ ദ പെയിൻറ്റ് ബേർഡ് ലോഫ് ഇൻ ദ ഷെയ്ഡ്. അല്ലേ, പെയിൻറ്റ് ബേർഡ് എന്ന് പറഞ്ഞാൽ എന്താ? കളർഫുള്ളായിട്ടുള്ള ബേർഡ്സ്, ചിത്രം വരച്ച പോലെയുള്ള ആ ബേർഡ്സ്, അത്രയും ഭംഗി ഷെയ്ഡ്സ് ഉള്ള ആ ബേർഡ്സ് വേർ ഔർ ടേബിൾ വിത്ത് ചെറീസ് ആൻഡ് നട്ട്സ് ഇസ് സ്പ്രെഡ്. അല്ലേ, എന്താണ്? ആ ബേർഡ്സ് വരെ, കളർഫുള്ളായ ബേർഡ്സ്, പെയിൻറ്റ് ചെയ്ത പോലുള്ള ബേർഡ്സ് വരെ എന്താണ്? ചിരിക്കുകയാണ്, തണലത്ത് നിന്ന് ചിരിക്കുകയാണ് ചെയ്യുന്നത്. അവർ ടേബിൾ വിത്ത് എന്താണ് അതിൻ്റെ അർത്ഥം? എവിടെയാണ് ആ കുട്ടികൾ ടേബിളിൽ നാച്ചുറിനെ ആസ്വദിക്കാൻ വേണ്ടി ഒരു ടേബിളിൽ എന്താണ് ഈ ചെറിയും ഇതൊക്കെ നട്ട്സൊക്കെ ഇട്ട് ഇരിക്കുന്നുണ്ട്. അവിടെ ഇരുന്നിട്ട് ഈ കളർഫുള്ളായിട്ട് പെയിൻറ്റ് വരച്ച പോലെയുള്ള ഈ ബേർഡ്സൊക്കെ ചിരിക്കുകയാണ് ചെയ്യുന്നത്. അവരെന്താണ്? ആസ്വദിക്കാൻ വേണ്ടിയിട്ട് ഇരിക്കുകയാണ്, അവിടെ പ്രകൃതിയുടെ ഭംഗിയൊക്കെ ആസ്വദിക്കാൻ വേണ്ടി ഇരിക്കുകയാണ്. എന്നിട്ട് എന്താ പറയുന്നത്? കം ലീവ് ആൻഡ് ബി മെറി ആൻഡ് ജോയിൻ വിത്ത് മീ. നിങ്ങൾ ഇങ്ങോട്ട് വരൂ, എൻ്റെ കൂടെ വരൂ, സന്തോഷിക്കൂ എന്നൊക്കെ പറയാണ് അവർ. ഞങ്ങളെ കൂടെ വരൂ, ഞങ്ങളെ കൂടെ സന്തോഷിക്കൂ. ടു സിങ് ദ സ്വീറ്റ് ചൊറേഴ്സ് ഓഫ് ആ ഹ ഹി. പാട്ട് പാടാൻ, മനോഹരമായ പാട്ടുകൾ പാടാൻ ക്ഷണിക്കുകയാണ് നമ്മളെ. പോയിറ്റ്സ് ഇവരുടെ അടുത്തേക്ക് നമ്മളെ ക്ഷണിക്കുകയാണ് ചെയ്യുന്നത്. ഇനി നമുക്കിതിൻ്റെ ക്വസ്റ്റ്യൻ ആൻസർ ദ ഫോളോയിങ് ക്വസ്റ്റ്യൻസ്. ഹു ഈസ് ദ സ്പീക്കർ ഇൻ ദ പോയം? ദ സ്പീക്കർ ഓഫ് ദ പോയം ഈസ് പോയറ്റ് വില്യം ബ്ലേക്ക്. അല്ലേ, പോയിറ്റാണ്. സെക്കൻഡ് ക്വസ്റ്റ്യൻ, വാട്ട് ഡസ് ദ പോയറ്റ് മീൻസ് ബൈ ഡിംബ്ലിംഗ് സ്ട്രീം? ഡിംബ്ലിംഗ് സ്ട്രീം കൊണ്ട് എന്താണ് മീൻസ് ചെയ്യുന്നത്? ഡിംബ്ലിംഗ് ഇൻഡിക്കേറ്റ്സ് ദ ഫ്ലോയിങ് ഓഫ് ദ സ്ട്രീം. അല്ലേ, എന്താണ്? അരുവിയുടെ ഒഴുക്ക്. ഹൗ ഡു ദ ചിൽഡ്രൻ എക്സ്പ്രസ് ദെയർ ഹാപ്പിനെസ്? ബൈ സിംഗിങ് ഹ ഹ ഹ ഹി.
വൈ ആർ ദ ബേർഡ്സ് ഡിസ്ക്രൈബ്ഡ് എ പെയിൻറ്റഡ്? ബേർഡ്സ് ആർ ഡിസ്ക്രൈബ്ഡ് ആസ് എ പെയിൻറ്റഡ് ഡ്യൂ ടു ദെയർ ബ്യൂട്ടിഫുൾ ആൻഡ് ബ്രൈറ്റ് കളർ. അല്ലേ, ഡിസ്ക്രൈബ് ചെയ്യുന്നത് എന്താണ്? അതിൻ്റെ ആ ബ്യൂട്ടിഫുൾ മനോഹരമായിട്ടുള്ള ബ്രൈറ്റും കളേഴ്സും ഉള്ളത് കൊണ്ടാണ്. പിന്നെന്താണ്? വാട്ട് ഡസ് ദ പോയിറ്റ് ആസ്ക് us ടു ഡു? പോയിറ്റ് എന്താ പറയുന്നത്? പോയിറ്റ് ആസ്ക് us ടു ഡു ജോയിൻ ഹിം ടു ദ എൻജോയ് ആൻഡ് ഹാപ്പിനെസ് ഓഫ് നാച്ചർ. അല്ലേ, പോയിറ്റ് എന്താ പറയുന്നത്? ഞങ്ങൾ എൻ്റെ കൂടെ വന്നിട്ട് ഈ ഒരു എൻജോയും ഹാപ്പിനെസ്സും ജോയിൻ ചെയ്യാനാണ്. അല്ലേ, നാച്ചറിൻ്റെ ഈ സൗന്ദര്യവും എൻജോയ് അല്ലേ ഈ ഒരു സന്തോഷത്തിൽ ഒപ്പം കൂടാനാണ് പറയുന്നത്. വൈ ഡു യു തിങ്ക് ദ പോയം ഈസ് ടൈറ്റിൽ ലോഫിംഗ് സോങ്? എന്തുകൊണ്ടാണ് ഈ ലോഫിംഗ് സോങ് എന്നുള്ള ടൈറ്റിൽ ഈ പോയത്തിന് വരാൻ കാരണം? ദ പോയം ടൈറ്റിൽ ആസ് ലോഫിംഗ് സോങ്, പോയം എന്താ ലോഫിംഗ് സോങ് ബിക്കോസ് ഇറ്റ് ഈസ് ഡിസ്ക്രൈബ് ദ ലോഫർ ഓഫ് നാച്ചർ ആൻഡ് ഇസ് കമ്പാനിയൻസ്. അല്ലേ, ഇനി ഇത് അടുത്ത റീഡ് ദ ഫോളോവിങ് ലൈൻസ് ഫ്രം ദ പോയം. അടുത്ത ആക്ടിവിറ്റി എന്താണ്? വെൻ ദ എയർ ഡസ് ലോഫ് വിത്ത് അവർ മേരി വിച്ച് ആൻഡ് ദ ഗ്രീൻ ഹിൽ ലോഫ് വിത്ത് ദ നോയ്സ് ഓഫ് ഇറ്റ്. അല്ലേ, 2 ലൈനാണ് പാഠത്തിൽ നിന്നുള്ള. പോയത്തിൻ്റെ 2 ലൈനാണ്. ദ വേർഡ് വിറ്റ് ആൻഡ് ഇറ്റ് റൈം. അല്ലേ, ഫൈൻഡ് ഔട്ട് അതർ റൈമിംഗ് വേർഡ്സ് ഫ്രം ദ പോയം. ഇതുപോലുള്ള മറ്റ് റൈമിംഗ് വേർഡ്സ് പോയത്തിൽ നിന്നും കണ്ടെത്താനാണ് പറയുന്നത്. ഫസ്റ്റ് ലൈനിൽ വരും അല്ലേ, ജോയ് ബൈ. അല്ലേ, വിറ്റ് ഇറ്റ് ഓൾറെഡി നമ്മൾ തന്നതാണ്. പിന്നെ ഏത് വരും? ഗ്രീൻ സീൻ. അല്ലേ, എംലി ഹി, ഷെയ്ഡ് സ്പ്രെഡ്, മീ ഹി. അല്ലേ, ഇതൊക്കെ റൈമിംഗ് വേർഡ്സ് ആണ്. അപ്പോൾ നമുക്ക് എങ്ങനെ എഴുതാം? അപ്പോൾ നമുക്കിവിടെ എടുത്ത് എഴുതാം. ജോയ് ബൈ, ഗ്രീൻ സീൻ, ഷെയ്ഡ് സ്പ്രെഡ്, മീ ഹി. ഇതൊക്കെയാണ് റൈമിംഗ് വേർഡ്സ് ആയിട്ട് ഈ പോയത്തിൽ വരുന്നത്. അടുത്തത് നോക്കാം. റീഡ് ദ ഫോളോവിങ് ലൈൻസ് ഫ്രം ദ പോയം. വെൻ ദ ഗ്രീൻ വുഡ്സ് ലോഫ് വിത്ത് ദ വോയിസ് ഓഫ് ജോയ് ആൻഡ് ദ ഡിംബ്ലിംഗ് സ്ട്രീം റൺ ലോഫിംഗ് ബൈ. അല്ലേ, ദ വേർഡ്സ് വോയിസ് ആൻഡ് ജോയ് ക്രിയേറ്റ് ആൻ അസോണൻസ്. Find out other sets of words in the poem which have assonance. ഈ വരിയിൽ വോയിസ് ജോയ് എന്നുള്ളത് എന്താണ്? അസോണൻസ് ക്രിയേറ്റ് ചെയ്യുന്നതാണ്. അപ്പോൾ ഇതുപോലുള്ള വേർഡ്സ് മറ്റുള്ള വരികളിൽ നിന്നും കണ്ടെത്താനാണ് പറഞ്ഞിട്ടുള്ളത്. അസോണൻസ് കണ്ടെത്താനാണ് പറഞ്ഞിട്ടുള്ളത്. അല്ലേ, ഇവിടെ എക്സാമ്പിൾ തന്നവിടെ വോയിസ് ആൻഡ് ജോയ്. അല്ലേ, അസോണൻസ് എന്ന് പറഞ്ഞാൽ എന്താ നമുക്കറിയാം. റിപ്പീറ്റേഷൻ ഓഫ് സെയിം സൗണ്ടാണ്. വൊവൽ സൗണ്ടിൻ്റെ സെയിം സൗണ്ട് റിപ്പീറ്റേഷൻ ചെയ്യുന്നതിനെയാണ് അസോണൻസ് എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ വെൻ ദ എയർ ഡോസ് ലോഫ് വിത്ത് അവർ മേരി വിറ്റ്. അല്ലേ, ഇവിടെ വിത്ത് വിറ്റ് കണ്ടില്ലേ, അവിടെ സെയിം പ്രൊനൗൺസിയേഷൻ ആണ് വരുന്നത്. അസോണൻസ് ആണ്. അപ്പോൾ അത് കേട്ടോ, വെൽസിൻ്റെ സെയിം പ്രൊനൗൺസിയേഷൻ. അതുപോലെ ഹ ഹ ഹി. അല്ലേ, അതും അസോണൻസ് ആണ്. അടുത്ത വർക്ക് നോക്കാം നമുക്ക്. Look at the following lines. When the meadows loaf with lovely green and the grasshopper loaf in the merry scene. അല്ലേ, എന്താണ്? മെഡോ, പച്ച പുൽ തകിട് ചിരിക്കുന്നു. അതുപോലെ ആ പച്ച പുല്ലിലുള്ള പുൽച്ചാടി ചിരിക്കുന്നുണ്ട്. അല്ലേ, ദ മെഡോസ് ആൻഡ് ദ ഗ്രാസ് ഹോപ്പർ ലോഫ് ലൈക്ക് അസ്. നമ്മളെപ്പോലെ അല്ലേ, മനുഷ്യർ നമ്മൾ ചിരിക്കുന്നത് പോലെ അവരും ചിരിക്കുന്നുണ്ട്. പിക്ക് ഔട്ട് ഫ്രം ദ പോയം other examples of animals or objects which behave like human being. അതുപോലത്തുള്ള മറ്റ് എക്സാമ്പിൾസ് എടുത്തെഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. അല്ലേ, ഹ്യൂമൻ ബീങ്സിനെ പോലെ ചിരിക്കുന്ന മറ്റ് ലൈൻസ് എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. ദിസ് ഈസ് എ പേഴ്സോണിഫിക്കേഷൻ എന്നാണ് പറയുക. പേഴ്സോണിഫിക്കേഷൻ ഈസ് ദ ഫിഗർ ഓഫ് സ്പീച്ച് ഇൻ വിച്ച് ഹ്യൂമൻ ക്യാരക്ടറിസ്റ്റിക് ആർ attributed to an abstract quality, animal or inanimate object. അല്ലേ, ഇൻഅനിമേറ്റ് ഒബ്ജക്റ്റ്. അപ്പോൾ പേഴ്സോണിഫിക്കേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു ഫിഗർ ഓഫ് സ്പീച്ചാണ്, സംസാരത്തിൻ്റെ രൂപമാണ്. അതിൻ്റെ മനുഷ്യൻ്റെ സ്വഭാവ സവിശേഷതകൾ, ഒരു അമൂർത്തമായ ഗുണം, മൃഗം അല്ലെങ്കിൽ നിർജീവ വസ്തുക്കൾക്ക് എന്നിവയ്ക്ക് കാരണമാകുന്നുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള എക്സാമ്പിൾ എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. അങ്ങനെയുള്ള അതർ എക്സാമ്പിൾസാണ് ഗ്രീൻ വുഡ്സ് ലോഫ്. അല്ലേ, ഗ്രീൻ മരങ്ങൾ ചിരിക്കുന്നു. ഡിംബ്ലിംഗ് സ്ട്രീം റൺസ് ലോഫ്. അല്ലേ, ഒഴുകുന്ന അരുവി ചിരിക്കുന്നു. എയർ ഡേഴ്സ് ലോഫ് വിത്ത് അവർ മെറി വിറ്റ്. അല്ലേ, നമ്മൾ ചുറ്റുമുള്ള വായു ചിരിക്കുന്നു. ഗ്രീൻ ഹിൽ ലോഫ്സ്, പച്ച മലകൾ ചിരിക്കുന്നു. ഇതൊക്കെ ഈ പാഠഭാഗത്ത് വന്നിട്ടുള്ള പേഴ്സോണിഫിക്കേഷനുള്ള അതർ എക്സാമ്പിൾസാണ് കേട്ടോ. അപ്പോൾ അതൊക്കെ മനസ്സിലാക്കി വെക്കുക. അടുത്തത് നോക്കാം നമുക്ക്.
The poet describes the joy of nature vividly. Pick out the instance from the poem. അല്ലെ പോയറ്റ് ഡിസ്ക്രൈബ് ചെയ്ത നേച്ചറിനെ കുറിച്ച് ഡിസ്ക്രൈബ് ചെയ്ത് എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത് അല്ലെ. ഗ്രീൻ വുഡ്സ് ലോഫ് വിത്ത് ദ വോയിസ് ഓഫ് ജോയ്, ദ എയർ ഡോസ് ലോഫ് വിത്ത് അവർ മേരി വിറ്റ്, ഗ്രീൻ ഹിൽ ലോഫ് വിത്ത് ദ നോയ്സ് ഓഫ് ഇറ്റ്, ദ പെയിൻറ്റഡ് ബേർഡ്സ് ലോഫ് ഇൻ ദ ഷെയ്ഡ്, the dimpling stream runs laughing, meadow laugh with lively green, grasshopper laugh in the merry scene. അല്ലേ, ഇതൊക്കെ പാഠഭാഗത്ത് പോയിട്ട് എന്താണ് നാച്ചർ ഓഫ് ജോയിൽ ഡിസ്ക്രൈബ് ചെയ്തിട്ടുള്ള വരികളാണ്. അടുത്തത് കംപ്ലീറ്റ് ദ ടാബിൾ ഗിവൺ ബിലോ. ടൈറ്റിൽ ഓഫ് ദ പോയം ഏതാണ്? ലോഫിംഗ് സോങ്. നെയിം ഓഫ് ദ പോയറ്റ് ആരാണ്? വില്യം ബ്ലേക്ക്. കണ്ടന്റും തീം എന്താണ്? സെലിബ്രേഷൻ ഓഫ് നാച്ചർ, ഹാപ്പിനെസ് ഓഫ് നാച്ചർ. വൈ യു ലൈക്ക് ഇറ്റ്, എന്തുകൊണ്ടാണ് നിങ്ങൾക്ക് ഇത് ഇഷ്ടമായത്? ഇറ്റ് ഡിസ്ക്രൈബ് ദ ബ്യൂട്ടി ആൻഡ് ഹാപ്പിനെസ് ഓഫ് നാച്ചർ. അല്ല, ഈ കവിതയിലൂടെ നാച്ചറിൻ്റെ ബ്യൂട്ടിയും ഹാപ്പിനെസ്സും സന്തോഷവുമാണ് വിവരിക്കുന്നത് അല്ലേ. അപ്പോൾ ഇതിൻ്റെ ഹെഡിങ് നമ്മൾ പഠിച്ചു. ലോഫിംഗ് സോങ് എഴുതിയ പോയറ്റ് ആരാണ്? വില്യം ബ്ലേക്ക് ആണ്. പിന്നെ ഈ ഒരു പാഠത്തിൻ്റെ തീം അല്ലേ എന്താണ്? സെലിബ്രേഷൻ ഓഫ് നാച്ചർ അല്ലേ. അടുത്ത ക്വസ്റ്റ്യൻ, റൈറ്റ് ആൻഡ് അപ്രീസിയേഷൻ ഓഫ് ദ പോയം ലോഫിംഗ് സോങ്. ലോഫിംഗ് സോങ്ങിനെ കുറിച്ചിട്ട് വിവരിക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. ഷോർട്ട് പോയം വില്യം ബ്ലേക്ക്. ലോഫിംഗ് സോങ് ഈസ് എ ഷോർട്ട് പോയം ബൈ വില്യം ബ്ലേക്ക് ദാറ്റ് മേക്ക് us feel happy. Poet described a joyful scene where nature is laughing and playing with him. He used wonderful words in this poem like green woods, dimpling stream and painted birds. അല്ലേ, Blake show us that nature is not just something outside us, but it's also inside us, make us feel happy and alive. He reminds to us to appreciate the beauty of nature and find joy in simple things. അല്ല, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് ഇതിൽ ഉൾപ്പെടുത്താം. ഇത്രയാണ് നമ്മളെ വീഡിയോ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്കും ഷെയറും കമൻറ്റും സബ്സ്ക്രൈബും ചെയ്യാൻ മറക്കരുത്. അടുത്ത വീഡിയോ ആയിട്ട് കാണാം. ഓൾ ദ ബെസ്റ്റ്.